ഹലോ, അപ്പോൾ എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയ കുട്ടികളിൽ നിന്ന് വലിയ ആൾക്കാർ വരെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ക്യാരറ്റും റവയും വെച്ചിട്ട് ഒരു ലഡു ഉണ്ടാക്കും. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി നോക്കിയാലോ? അതിൻ്റെ മുമ്പ് വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഒരു ചൂടായ കടായിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നാൽ കുറച്ച് കശുവണ്ടി ചെറുതായി അരിഞ്ഞത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ബദാമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കശുവണ്ടി മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി കശുവണ്ടി ഏകദേശം കളർ ചേഞ്ച് ആയി വന്നാൽ 1/4 കപ്പ് ഉണക്ക മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി മാറ്റാം. ഇപ്പോൾ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ നെയ്യിൽ തന്നെ നമുക്ക് 1/2 കപ്പ് റവയൊന്ന് നല്ലപോലെ വറുത്തെടുക്കാം. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഒന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കണേ. റവയുടെ പച്ച ടേസ്റ്റ് മാറണ വരെ എന്തായാലും ഒന്ന് വറുത്തെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി. ഒരുപാട് കളർ ചേഞ്ച് ആവണവരെ വറുക്കണ്ട. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം. ഇതേപോലെ. ഇനി അതേ പാനിൽ തന്നെ നെയ്യൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഒരു 1/2 കപ്പ് ചെറിയ തേങ്ങ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ വറുത്തെടുക്കാം. വറുക്ക പറഞ്ഞാൽ കളർ മാറണവരെ വറുക്കണ്ട. ഇതിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ, അതൊന്ന് പോണ വരെ ഒന്ന് ലൈറ്റായി ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ തേങ്ങയിലുള്ള ആ ഈർപ്പനൊക്കെ ഒന്ന് പോയി കിട്ടി. ഇനി നമുക്ക് ഇതിനെയും കോരി മാറ്റാം. ശേഷം ഇനി അതേ കടായിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ 1 കപ്പ് ചിരകിയ ക്യാരറ്റാണ് എടുക്കുന്നത്. ഇനി 2-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം കളറുള്ള ഒരു ക്യാരറ്റ് എടുത്താൽ നമ്മുടെ ലഡുവിനൊക്കെ ഒരു കളർ ഉണ്ടാകും. ഇപ്പോൾ ക്യാരറ്റിന് ഒരുപാട് കളറില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിബിളായ ഫുഡ് കളറും ചേർക്കാം. ഇപ്പോൾ ഏകദേശം 2-3 മിനിറ്റായി നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്കിന്റെ പകരം നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മധുരം നിങ്ങൾക്ക് വേണ്ട അത്ര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി കണ്ടൻസ് മിൽക്ക് എല്ലാ ഭാഗത്തും നല്ലോണം പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ കശുവണ്ടിയും ഉണക്കമുന്തിരി വറുത്തില്ലേ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഒരു കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും റവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെയും നമുക്ക് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഒരു 3-4 മിനിറ്റ് ഞാൻ ഇതേപോലെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ മിക്സ് അങ്ങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇതേപോലെ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ചൂടാറാൻ വെക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം കുറച്ച് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് കൈയൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ഉണ്ടയാക്കി എടുക്കാം. നമ്മൾ ടൈറ്റായിട്ട് മുറുക്കി പൊടിച്ച് ഉരുട്ടിയെടുക്കില്ലേ, അതേപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതേ വലുപ്പത്തിൽ തന്നെ ഒരു 14-15 ലഡു നമുക്ക് കിട്ടും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതുവരെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇഷ്ടമാവും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തേങ്ങ ഇട്ടുകൊണ്ട് ഇത് ഒരുപാട് ദിവസമൊന്നും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.